നിനക്കെന്താ പൈസ? കുറെ നേരമല്ല നീ ഇത് തുടങ്ങിയിട്ട്. പൈസ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ജീവിതത്തിലാണെങ്കിൽ ഒരു സന്തോഷ സമാധാനം ഒന്നുമില്ലടേ. അടുത്ത് നിന്റെ മൈൻഡ് നിനക്കൊന്ന് റീഫ്രഷ് ചെയ്യണം. അതിനുള്ള വഴി ഞാൻ നിനക്ക് പറഞ്ഞുതരാം. പോരെ? എടാ, മാനം മര്യാദയ്ക്ക് സ്വന്തം കാര്യം നോക്കി ജോലിക്ക് ജീവിച്ചിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് നീ പറഞ്ഞു. എടാ, ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നാൽ മതിയാ, ഒരു കൂട്ടൊക്കെ വേണ്ടേ എന്ന് പറഞ്ഞ് നിന്റെ വാക്ക് കേട്ട് ഞാൻ ഒരു പെണ്ണുമായിട്ട് കമ്മിറ്റഡായി. അവളാണെങ്കിൽ ഒടുക്കത്തെ കാന്താരി, ഞാനാ ഒരു കലിപ്പനുമല്ല. അവൾ ഉണ്ണുമ്പോൾ ഞാൻ ഉണ്ണണം, അവൾ ഉറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങണം, അവൾ പറയണ ഡ്രസ്സേ ഞാൻ ഇടാൻ പാടുള്ളൂ, എന്റെ കൂട്ടുകാരന്മാരുടെ പുറത്ത് പോകാൻ പാടില്ല, അവിടെ ഇരിക്കാൻ പാടില്ല, ഇവിടെ ഇരിക്കാൻ പാടില്ല, എന്റെ ഇൻസ്റ്റയുടെ പാസ്വേഡ്, എന്റെ ഫേസ്ബുക്കിന്റെ പാസ്വേഡ്, എന്റെ UPI പാസ്വേഡ് ഞാൻ അവൾക്ക് കൊടുത്തു. എടാ കുട്ട, അതിനല്ലേ ഞാൻ നിനക്ക് വേറൊരു ഐഡിയ പറഞ്ഞു തന്നത്. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇപ്പൊ നീ പറഞ്ഞ് അത് അവളുടെ പ്രായത്തിന്റെ പക്വത കുറവാണ്, കല്യാണമൊക്കെ കഴിഞ്ഞൊരു കുടുംബിനിയാവുമ്പോൾ അതൊക്കെ അങ്ങ് മാറുമെന്ന് പറഞ്ഞ് ഞാൻ അവളെ അങ്ങ് കെട്ടി. മുമ്പ് ഞാൻ മാത്രമായിട്ടായിരുന്നു പ്രശ്നം, ഇപ്പൊ എന്റെ അമ്മയായിട്ടാണ് പ്രശ്നം. വീട്ടിലൊരു കുടുംബങ്ങളൊക്കെ സീരിയലാണ് ഓടുന്നത്. അവിടുന്ന് തുറപ്പോരെങ്കിൽ ഇവിടുന്ന് കറച്ചിട്ട്, ഇവിടുന്ന് കറച്ചിട്ടിരിക്കും, അവിടുന്ന് ഗ്രൈൻഡർ, അവിടുന്ന് ഗ്രൈൻഡർ ആണെങ്കിൽ അവിടെ മിക്സി. എന്റെ വീട്ടിൽ നീ പൊട്ട മിസൈൽ മാത്രമേ ബാക്കിയുള്ളൂ. നിനക്കൊരു കാര്യം അറിയാമോ? ഈ ഇടയ്ക്ക് ഞാൻ അവിടെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴേ അവളൊരു എയർ ഗൺ ഓർഡർ ചെയ്തിരിക്കുന്നു. നീ ഇതുവരെ നടന്നേക്ക് വിട്. ഇതിനെല്ലാത്തിനും കൂടെ ചേർത്തുള്ള സൊല്യൂഷൻ എന്റെ കയ്യിലുണ്ട്. ഒരു സോളോ ബൈക്ക് റൈഡ്, അതും മണാലിയിലെ മഞ്ഞുരുകുന്ന താഴ്വരകളിലൂടെ. സുഹൃത്തുക്കളെ, മനോഹരമായൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നിന്റെ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവും. നീ ഒരു പുതിയ മനുഷ്യനായിട്ട് വരും, എ ന്യൂ മാൻ. എന്നാ ഒന്നും നോക്കല്ലേ, ഇന്ന് തന്നെ വിട്ടോ. A few moments later. എന്റെ കൂട്ടുകാരന്റെ കാര്യം അറിഞ്ഞ എന്തോ ചെറുക്ക അവിടെ നിന്ന് യാത്ര എന്തോ പോണെന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് ബൈക്ക് കൊടുത്തോണ്ട് ഇറങ്ങി പകുതി വഴിക്ക് വെച്ച് വണ്ടി ഇടിച്ച് ആക്സിഡന്റ് ആയി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പഞ്ചായത്തോട്ട് വെളിയിൽ പോകുന്ന ചെറുക്കനാണ്. അവൻ ആരാ പിരിയേറ്റ് വിട്ടതാണ്.